Hi friends, welcome to our channel Kitchen Petals. നമ്മൾ ഇന്ന് തേങ്ങാവെള്ളം കൊണ്ട് ഒരു സൂപ്പർ പുഡിംഗ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അത് മാത്രമല്ല ഇതിന് നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വെറും ഒരു 5 മിനിറ്റ് മാത്രമേ ഇതിന്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ നമ്മൾ സെറ്റ് ആകാനായിട്ട് വെക്കുന്ന സമയമായിരിക്കും അധികമായിട്ട് എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണിത്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്, ചോളത്തിന്റെ പൊടി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളമാണ്. അതിന് പകരം നിങ്ങൾക്ക് പച്ചവെള്ളം യൂസ് ചെയ്തും ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങാവെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഇതിൽ കൂടുതലും കുറവും ഒക്കെ എടുക്കാം. അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസം വരുത്തിയാൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കട്ടി പിടിക്കാതെയും അടിക്ക് പിടിക്കാതെയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല ഇത് പെട്ടെന്ന് അങ്ങ് തിക്കാകാം. നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ ആദ്യം മുതൽ ഇടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ബൗളിലേക്ക് മാറ്റാം. ഇതേപോലുള്ള 2 ബൗളിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വീതം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അത് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെറ്റ് ആയതിനു ശേഷം ബൗളിൽ നിന്ന് എളുപ്പത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ബൗളിലേക്ക് ജസ്റ്റ് ഞാനൊരു 2 കശുവണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബദാമോ പിസ്തയോ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ചൂടാറും മുന്നേ തന്നെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല ഫോയിൽ പേപ്പർ വേണമെന്ന്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിന് പറ്റിയ ഒരു അടപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. 3-4 മണിക്കൂർ എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ അനുസരിച്ച് ഇത് സെറ്റ് ആകുന്ന ടൈമിൽ കുറച്ച് വ്യത്യാസം വരും. ഇപ്പം 3 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഞാനൊരു സ്പൂൺ വെച്ച് ഇതിൻ്റെ സൈഡൊന്ന് വെടിവെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. വെറും 3 ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചുള്ളൂ. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഓരോ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷനിലാണ്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ പുഡിംഗ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാവെള്ളം വെറുതെ കളയാതെ അത് വെച്ച് പുഡിംഗ് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന പുഡിംഗാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ റെസിപ്പിയായിട്ട് ഉടനെ കാണാം. ബൈ.